ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു വീഡിയോ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ എന്ന് പറയുന്ന വണ്ടി ഒരു 6 മാസക്കാലമായിട്ട് കയറിയിരുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണ ഭാഗങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് ബാറ്ററി ഞാനിപ്പോൾ ഒരെണ്ണം പുതിയത് വെച്ച്, പക്ഷേ ഇതിൻ്റെ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യണത് കാണിച്ചു തരാം. പിന്നെ അത് മാറുന്ന രീതികളൊക്കെ നമുക്കൊന്ന് കാണിച്ചു തരാം. മാറണുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് അഴിച്ചു നോക്കിയിട്ട് കംപ്ലൈൻ്റ് ആണെങ്കിൽ മാത്രം മാറാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് എന്തെങ്കിലും സ്റ്റക്കായിട്ടിരിക്കണോ എന്നുള്ളത് നമുക്കിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വർക്ക് ചെയ്യണില്ലെന്ന് കരുതി നമ്മൾ ചാടിക്കയറി അത് മാറാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അഴിച്ചിട്ട് ആ മോട്ടർ ചിലപ്പോൾ സ്റ്റക്കായിട്ടിരിക്കും, ഒന്ന് കൊട്ടിയും ഒന്ന് ഇതൊക്കെ നോക്കാം. നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ മാറാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് തന്നെ ഇടാൻ പറ്റും. ഏകദേശം നല്ല വിലയുണ്ടായിന്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ബാറ്ററിയുടെ ഇതെല്ലാം ഓക്കെയാണ്. നമ്മളിപ്പോൾ കില്ലർ സ്വിച്ച് ഓൺ ചെയ്തിട്ട് നമ്മളിപ്പോൾ സെൽഫെല്ലാം ഓക്കെയാണ്, പക്ഷേ സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പമ്പിൻ്റെ വയർ നമ്മളൊന്ന് പിടിപ്പിച്ച് നോക്കാം. നമ്മളിപ്പോൾ താക്കോൽ ഓണാണ് കേട്ടോ, താക്കോൽ ഓണാണ്. അപ്പോൾ നമ്മൾ പെട്രോൾ നേരത്തെ എങ്ങാണ്ട് വന്ന് കുറേ നേരം അടിച്ചിട്ട്, അപ്പോൾ നമ്മൾ വേണ്ട കില്ലർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴേക്ക് കില്ലർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതുവഴി നമുക്ക് പെട്രോൾ ചീറ്റണം. ഇവിടെ കാണിച്ചു കൊടുക്കും. ഇതാണ് ഇതിൻ്റെ അകത്ത് ഫ്യൂവൽ പമ്പ് വരുന്നത്. അപ്പോൾ ഇതുവഴി നമ്മൾ കില്ലർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ പമ്പ് വർക്ക് ചെയ്യുമ്പോൾ പെട്രോൾ ചീറ്റേണ്ടതാണ്. അപ്പോൾ എന്തായാലും അത് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് നോക്കാം അതിൻ്റെ കണക്ഷൻ വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. നമ്മൾ കണക്ഷൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണതാണ്. നമ്മൾ കില്ലർ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കി, ഇതുണ്ടോ കണക്ഷൻ ഓക്കെയാണ്, കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ പമ്പിൻ്റെ വിഷയം തന്നെയാണിത്. ഈ കണക്ഷൻ നമുക്ക് രണ്ട് രീതിയിൽ നോക്കാം. ഇങ്ങനെ ഈ ടെസ്റ്ററിൽ നോക്കാം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഇതിൻ്റെ ഈ സ്ലീവ് ആരാണ്ട് പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. ഈ സ്ലീവ് ആരാണ്ട് പൊട്ടിച്ചിട്ടിരിക്കുക. നമുക്ക് ഒരു കാര്യം ചെയ്യാം, അതല്ലാതെ നമുക്ക് മാനുവലായിട്ട് നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റും. അത് കാണിച്ചു തരാവേ. നമ്മളൊരു ചെറിയൊരു ബൾബ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇതിനകത്തോട്ട് നമുക്ക് കണക്ഷൻ വരുന്നുണ്ടോ എന്നുള്ളത്, കറക്റ്റ് പമ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കില്ലർ സ്വിച്ച് ഓൺ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇത് കണ്ട ഇത്ര കഴിയുമ്പോൾ ഇത് കട്ട് ഓഫ് ആവും. അപ്പോൾ ഇത് പമ്പ് ഇതിൻ്റെ കണക്ഷൻ കറക്റ്റാണിത്. കണ്ട കട്ടായി പോകണണ്ട. അപ്പോൾ അത് കണക്ഷൻ കറക്റ്റാണത്. അപ്പോൾ അതിൻ്റെ ECM എല്ലാം കറക്റ്റായിട്ടാണ് ഇപ്പോൾ അത് വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്കത് മാറ്റാം. ഇപ്പോൾ രണ്ട് രീതിയിൽ ടെസ്റ്റ് ചെയ്യാം കേട്ടോ. മറ്റേ ഇതിപ്പോൾ ഇൻസുലേഷൻ പോയതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ അങ്ങനെ കാണിച്ചത്. ഇൻസുലേഷൻ പോയിട്ടില്ല, നമ്മൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റേ ടെസ്റ്ററിൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇനി നമുക്ക് ടാങ്ക് എന്തായാലും ഒന്ന് അഴിച്ചു നോക്കാം. ഇപ്പോൾ ഈ 2 ബോൾട്ട് അടിച്ചാൽ മതി, ഇതിൻ്റെ ടാങ്ക് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. നമ്മൾ ജോസ് പിടിപ്പിച്ചേക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ ടാങ്ക് ഒന്ന് പതിയെ ഒന്ന് ഇളക്കുക. ഈ ഗ്രില്ലിലൊക്കെ കൊള്ളാത്ത രീതിയിൽ ഒന്ന് ഇളക്കിയിട്ട് ഫ്രണ്ട് വശം കൊണ്ട് മേളിലോട്ടൊന്ന് പൊക്കുക. ആ പൊക്കിക്കഴിഞ്ഞാൽ ഇതുണ്ട്, ഇവിടെ ഒരു ഓസ് ഉണ്ടാവും, അത് അഴിക്കുക. പിന്നെ നമ്മുടെ ഫ്യൂൽ ഗേജിൻ്റെ കണക്ടറും ഒന്ന് പിടിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇത്ര ആയിട്ടുണ്ട്. ഇതാണ് പമ്പ് നമുക്ക് ഫ്യൂൽ പമ്പ്. ഇത് നമുക്ക് ഊരിയെടുക്കാനായിട്ട് ഈ 4 ബോൾട്ട് നമ്മളൊന്ന് ലൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അതൊന്ന് അഴിക്കാം. പെട്രോൾ ഒരുപാട് ഉണ്ടാവുന്നുള്ളത് നോക്കണം. അതാണ് നമ്മൾ ടാങ്ക് ഇങ്ങനെ വെച്ചത് കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അധികം പെട്രോൾ വരില്ല. ഏകദേശം ഇവിടം വരെ നമുക്ക് നിന്നോളൂ.
ഫ്യൂവൽ പമ്പാണ്, നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. നല്ല വിലയുണ്ട്, ഹിമാലയൻ്റെ ആയതുകൊണ്ട് തന്നെ എല്ലാ വണ്ടികൾക്കും നല്ല വിലയുണ്ട്. നമ്മളതൊന്ന് നോക്കുക. എന്തായാലും നമുക്കൊന്ന് അഴിക്കാവേ. വലുത് ഇവിടെ 2 പ്രസ് ചെയ്ത് പതിയെ ഇവനങ്ങ് അകത്തുക. അതുപോലെ തന്നെ ഈ സൈഡിലും അതുപോലെ തന്നെ ഉണ്ട്. നമ്മളൊന്ന് നാല് പ്രസ്സിങ് ഇത് കണ്ടോ, 4 സ്ഥലമുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പതിയെ അവൻ ഇങ്ങോട്ട് ഊരിപ്പോരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് വയർ ഇവിടെ നിന്ന് വിടിയിപ്പിക്കുക. അതുപോലെ തന്നെ ഈ റെഡ് വയറും നമ്മൾ വിടിയിപ്പിക്കുക. എന്നിട്ട് ഇത് കണ്ട ഈ ഒരു ഹോൾഡറിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഊരിയെടുക്കുക. ഇത് തിരിഞ്ഞൊന്നും പോയില്ല കേട്ടോ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് 2 ഓറിങ് വരുന്നുണ്ട്. ആ ഓറിങ് പോകാതെ നമ്മൾ സൂക്ഷിച്ച് വേണം നമ്മളിത് എടുക്കാനായിട്ട്. അയ്യോ, ഇത് കണ്ട ഈ മോട്ടറൊക്കെ തുരുമ്പെടുത്തിട്ടേ നാശമായിപ്പോയി. വലിയ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇതാണ് ഇതിൻ്റെ മോട്ടർ വരുന്നത്. ഇതുണ്ട് ഇതിനകത്തൊരു ഓറിങ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ഓറിങ് കേട്ടോ, ഒരെണ്ണം. ഒരു ഓറിങ് വരുന്നത് ഇതാണ്. 2 ഓറിങ്ങാണ് വരുന്നത്. ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഇത് വർക്ക് ചെയ്യാതെ വരും. എന്തായാലും ഇത് ഓറിങ് പൊട്ടിയതൊന്നുമല്ല, ഇത് സ്റ്റക്കായിരിക്കണതാണ്. നമുക്കിത് വേണമെങ്കിൽ ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഈ സ്ക്രൂ ഡ്രൈവറിൻ്റെ മൂട് കൊണ്ടൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മുട്ടി കൊടുക്കുക. വർക്ക് ചെയ്യേണ്ടതാണെങ്കിൽ ഒന്ന് വർക്ക് ചെയ്യും കേട്ടോ. പ്ലാസ്റ്റിക് ഉണ്ട്, അതിനിട്ട് മുട്ടെടുത്ത് ചെറുതായിട്ടേ ഒന്ന് മുട്ടി കൊടുക്കാവുള്ളൂ. നമുക്കൊരു പോയ ബാറ്ററി എടുത്തിട്ട് നമുക്കിതൊന്ന് ഷോർട്ട് ചെയ്യിപ്പിച്ച് നോക്കാം. ഇപ്പം നമ്മൾ ഇതൊന്ന് സ്റ്റക്കായിട്ടിരിക്കണേ. ശരി, നമ്മളിതിപ്പോൾ ഫ്രണ്ടിലോട്ടാണ് ഇത് കറങ്ങുന്നത് കേട്ടോ. നമ്മളിപ്പോൾ വണ്ടിയിലാണെങ്കിൽ ഒരേ റൊട്ടേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചും കൂടി ഒന്ന് അടിച്ചു നോക്കണം. രക്ഷയില്ല. നമുക്കൊന്നും കൂടി മുട്ടി നോക്കാവേ. ഓക്കെ ഇതേടാ, അപ്പം അത് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് റിട്ടേൺ ആണ് കേട്ടോ ഇത് കറങ്ങണം. ശരിക്കും ഇങ്ങനെ വരണ്ട. ഇത് നല്ല വർക്കിംഗ് ഉണ്ട് കേട്ടോ. ഇത് കണ്ട, ഞാൻ ഷോർട്ട് ചെയ്യുമ്പോൾ കിടന്ന് അനങ്ങണ കണ്ട. ഇതൊക്കെ ഇനിയിപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യാൻ പറ്റും. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതൊന്ന് നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ട, ഇതിപ്പോൾ വയറ് നമുക്ക് മാറിപ്പോയത്. ഇത് കണ്ട, ഒരു വയറിന് ലെങ്ത്ത് കൂടുതലും ഒരു വയറ് ലെങ്ത്ത് കുറവും തന്നെ. അപ്പോൾ ലെങ്ത്ത് കൂടുതലുള്ള വയർ എന്തായാലും പുറത്തോട്ട് വെക്കാം. അപ്പോൾ വയർ മാറിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അതിന് പ്രത്യേകിച്ച് മാർക്കിങ്ങും കാര്യങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ ഇത് അഴിക്കുമ്പോൾ. അപ്പോൾ പമ്പ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഇട്ട് ഫിറ്റ് ചെയ്യാം. ഇത് ഈ പൈപ്പ്
ഈ പൈപ്പ് എപ്പോഴും ബാക്കിലോട്ട് നിൽക്കണം കേട്ടോ, ഓർമ്മയിൽ വേണ്ട അത്. നേരെ ഈ ഓറിങ്ങെല്ലാം കറക്റ്റായിരിക്കും, വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാകില്ല. പിന്നെ നമ്മൾ ഇനി ഈ ക്ലാമ്പ് വെക്കാൻ നേരത്ത് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പമ്പ് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മളത് വെക്കാനായിട്ട്. ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്, അത് വീഡിയോ ഇട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടത് ഇവിടെ ഒരു വെട്ട് കണ്ട, ഈ വെട്ട് ഇത് കണ്ടത് ഇവിടെ ഒരു ഇത് കണ്ട, ഈ ഒരു കാല് പോലെ നിൽക്കണ. അപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് വേണം, ആ ക്ലാമ്പ് തിരിഞ്ഞു പോകാൻ പാടില്ല. ഇത് കണ്ട, അത്രയേ ഉള്ളൂ, വേറെ വിഷയങ്ങളൊന്നുമില്ല അതിനകത്ത്. നേരെ ബോൾട്ട് ഇടുക. ഇത് അത്യാവശ്യം നമുക്ക് സമയം എടുക്കുന്ന ഒരു കേസ് കേട്ടാണ്. ഞാൻ വീഡിയോയിലായതുകൊണ്ടാണ് നമ്മൾ ഈ ചെറിയൊരു ടൈമിൽ നമ്മളിത് ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ ഈ 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് തീരുന്നൊരു വർക്കല്ല കേട്ടോ ഇത്. എന്തായാലും പമ്പ് പോയതാണോ എന്നറിയാനായിട്ട് നിങ്ങളിങ്ങനെ നോക്കിയാൽ മതി. ഒരു ടെസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അതുവരെയും കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ആർക്ക് വേണമെങ്കിലും അത് അറിയാൻ പറ്റും. കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സിം നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. ഓപ്പോസിറ്റ് നമ്മൾ മുറിക്കുക. അത്യാവശ്യം നല്ല ടൈറ്റ് വേണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് വണ്ടിയിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ആ ഫ്യൂൽ ഗേജിൻ്റെ വയർ നമ്മൾ കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, ഈ പർജ് വാൽവിൻ്റെ ഓസും നമ്മൾ പിടിപ്പിക്കുക. ഇനി നമുക്ക് ഈ വയറൊന്ന് കൊടുക്കാം. നമുക്ക് ഈ വയർ നമ്മൾ പമ്പുമായിട്ട് കണക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് കറണ്ടൊന്നും കാണിക്കുക, ഇഗ്നിഷനിലെ കറണ്ടൊന്നും കാണിക്കത്തില്ല കേട്ടോ. അപ്പോൾ അത് ഈ കറണ്ട് ടാങ്ക് ഊരി വെച്ചിട്ട് നമ്മൾ എപ്പോഴും ഇതിൻ്റെ കറണ്ടൊന്നും ചെക്ക് ചെയ്യാൻ നോക്കരുത്, കാരണം കറണ്ട് കാണിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇതിനു വഴി ഇനി പെട്രോൾ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. താക്കോൽ ഓൺ ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മൾ കില്ലർ സ്വിച്ച് ഓൺ. ഓക്കെ, ഇത് ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തേ. ഇതുണ്ട്, ഇപ്പോൾ പെട്രോൾ വരുന്നുണ്ടോ? ഓക്കെ, ഒന്നും കൂടി നോക്കിയോ, കണ്ടോ? ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. താക്കോൽ ഓണാക്കി. നമുക്ക് ഈ കില്ലർ സ്വിച്ച് ഉണ്ട് കേട്ടോ, ഇതും കൂടി ഓണാക്കണം. ഇത് ഓണാക്കുമ്പോൾ ഇതുണ്ട്, ഇവിടെ ഒരു വൈബ്രേഷൻ പോലെ ഉണ്ടാവും. എന്തായാലും മോട്ടർ വർക്കിംഗ് ആണ്. ഓക്കെ, ഇനി നമുക്കൊന്ന് സെൽഫ് അടിച്ച് നോക്കാം. വണ്ടി സ്റ്റാർട്ടായി, നല്ല സൗണ്ടുണ്ട്. റോക്രാമ ടൈമിംഗ് ചെയിനൊക്കെ പോയ പോലത്തെ നല്ല സൗണ്ടുണ്ട്. എന്തായാലും നമുക്കിപ്പോൾ ഈ വീഡിയോ ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും ഞാൻ അത് അഴിച്ചു കഴിഞ്ഞ് അതെന്താ പോയിരിക്കണം എന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഈ വണ്ടി എൻജിൻ പണിയൊക്കെ ഉണ്ട് എന്നും പറഞ്ഞാണ് ഇവിടെ വന്നത്. എന്തായാലും നമ്മളിപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര കലവല സൗണ്ടുകളാണ്. അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഞാനിത് അഴിച്ച് രണ്ടാമത് റെഡിയാക്കുന്ന വീഡിയോ ഞാൻ അടുത്ത ഇതായിട്ട് ഞാൻ ഇടാം. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് വലിയ ലെങ്തായി പോകും. പിന്നെ 2 തവണയായിട്ടേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അത് കാരണം അത് ബുദ്ധിമുട്ടാവും. എന്തായാലും
അടുത്ത തവണ നമ്മളത് കറക്റ്റായിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.